Hi, Namaste, welcome back viewers, welcome back to my channel Vinchina. പെർഫെക്റ്റ് ആയിട്ട് ബ്രേക്ക്ഔട്ട് പോകുന്ന സിക്കിൾ, അതായത് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്ന സിക്കിളും, അതേപോലെ നമുക്കവിടെ ചെറിയ ടാർഗറ്റിൽ കട്ട് ചെയ്യണം, ലോങ്ങിലേക്ക് നമുക്കവിടെ ട്രൈ ചെയ്യണം എന്നൊക്കെ നമുക്ക് ലൈവിൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് കൂടുതൽ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന സിഗ്നൽസ് നമ്മുടെ എത്രത്തോളം നമുക്ക് ആക്യുറേറ്റ് ആയിരുന്നു, അതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ സിഗ്നൽ, അതായത് എത്രത്തോളം ഫുൾ ടാർഗറ്റിൽ നമുക്ക് ആക്ച്വലി കുറച്ച് കൂടുതൽ ഹോൾഡ് ചെയ്യണോ, അതേപോലെ നമുക്ക് അവിടെ കട്ട് ചെയ്യുന്ന എങ്ങനെ മനസ്സിലാക്കാം ലൈവിൽ എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ പെർഫോമൻസിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫുൾ ഡൗൺ ആയിരുന്നു. ഇന്ന് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ സെൽ സിഗ്നൽ നമ്മുടെ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അവിടെ സെൽ സിഗ്നൽ 9:20 തന്നാണ്. അവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കൺഫേമായി നമുക്ക് ബ്രേക്ക്ഔട്ട് അടിച്ചു. പക്ഷേ ഇന്നലെ വന്ന സെൽ സിഗ്നൽ അവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ കൺഫർമേഷൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. അവിടുന്ന് 2 ടാർഗറ്റ് പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇന്നത്തെ ആക്യുറസി ഇന്നലെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതവിടെ സിഗ്നലിൻ്റെ കൺഫർമേഷൻ ലെവൽസും ബ്രേക്ക്ഔട്ട് പോകുന്നത് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് സൊല്യൂഷനാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ 15 years എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ഡെമോ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 1 day ട്രയൽ ഫുള്ളായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ സെയിം ലൈവിനുണ്ട്. ഇതിനു മുമ്പും നമ്മൾ ഇതിനകത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫുൾ ലൈവിൻ്റെ വീഡിയോസ് വരെ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ സിഗ്നൽസ് വരുന്നു, ബ്രേക്ക്ഔട്ട് പോകുന്നതായിട്ട് ലൈവ്, അതേപോലെ ടാർഗറ്റ് അടിച്ച ശേഷം പിറ്റേ നമുക്ക് ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ള ലൈവൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോ ലിങ്ക്സ് ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ലൈവായിട്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ലൈവ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കോണിൽ കാണാം. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പണായി. ഓപ്പൺ ആയ ശേഷം ഇന്ന് മോർണിംഗിൽ ഒരു സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ സെൽ 9:20 വന്നാണ്. അപ്പോൾ സെൽ സിഗ്നൽ വന്ന സമയത്തെ കൺഫേം ആയിരുന്നു. കാരണം സിഗ്നൽ വരുമ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് സിഗ്നലാണ് തന്നിരിക്കുന്നത്. ഡീറ്റെയിൽസ് മെയിലിൽ ടൈം, എൻട്രി പോയിന്റ്, ടാർഗറ്റ്, 3 ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കുക. ഇപ്പോൾ ഒരു ബൈ ആണെങ്കിലും ഒരു സെല്ലാണെങ്കിലും ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും കൂടെ സെയിം മാച്ചിങ് ആയി വരണം. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് കൺഫർമേഷൻ നടക്കുകയാണെങ്കിൽ അത് നല്ല ട്രേഡ് ആയിരിക്കും, ആക്യുറേറ്റ് ട്രേഡ്. ഇപ്പോൾ ഇവിടെ സിഗ്നൽ കൺഫേം അപ്പം തന്നെ ബ്രേക്ക്ഔട്ട് അടിച്ച് സപ്പോർട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് താട്ടിറങ്ങി. അപ്പോൾ ആ സിഗ്നൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുപോലത്തെ ട്രേഡിന് 3 ടാർഗറ്റ് അടിക്കും. അപ്പോൾ ഇതിന് മുമ്പത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കൺഫർമേഷൻ ലെവൽ ലേറ്റ് ആയിട്ടാണ്. അതായത് കൺഫർമേഷൻ വരാതിരിക്കുമ്പോൾ അവിടെ കളർ ചേഞ്ച് കാണിച്ചിട്ട് ഓറഞ്ച് കളറൊക്കെ സൈഡ് വേസ് ആണ്, എക്സ്ട്രാ കളർ വരുന്ന ബ്ലൂ അതൊക്കെ സൈഡ് വേസാണ് വരുന്നത്. അതായത് മിക്സ് കളർ വരുന്ന സൈഡ് വേസാണ്, ഗ്രീൻ റെഡും അല്ലാത്ത കളേഴ്സൊക്കെ സൈഡ് വേസാണ്. അവിടുന്ന് കുറേ നേരം കഴിച്ച ശേഷമാണ് കൺഫേം ആയത്. അവിടുന്ന് ട്രേഡ് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഇന്ന് ഇറങ്ങിയതുപോലെ ഇറക്കം സംഭവിച്ചിട്ടില്ല. അതിന് മുമ്പ് വന്ന 13th ട്രേഡ് നോക്കുകയാണെങ്കിൽ നല്ല ഡൗൺ ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് വന്ന ട്രേഡിൻ്റെ 12ാം തീയതിക്ക് വന്ന ട്രേഡിൻ്റെ കണ്ടിന്യൂവേഷനാണ് പോയത്. അത് നല്ലൊരു ബ്രേക്ക്ഔട്ട്. ബൈ ട്രേഡ് നോക്കിയാലും സെൽ ട്രേഡ് നോക്കിയാൽ നല്ലൊരു ട്രേഡായിരുന്നു. നമുക്ക് സിഗ്നൽ വന്നിപ്പോൾ കൺഫേം ആയി റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ട്രെൻഡ് ലൈൻ നോക്കാം, അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കി നമുക്ക് അവിടെ എക്സിറ്റ് അടിക്കാം. ഇപ്പോൾ അതിന് മുമ്പ് വന്ന ട്രേഡ് നോക്കി ഇവിടെ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടില്ല. മോർണിംഗിൽ ബൈ ട്രേഡ് പോയിട്ടുണ്ട്, എന്നാലും സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെല്ല് കൺഫേം ആയില്ല, താഴെ നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഒക്കെ കളർ ചേഞ്ച് കാണിക്കുന്നത് സൈഡ് വേസ് പ്രോപ്പറായിട്ട് ബ്രേക്ക്ഔട്ട് അല്ല. അവിടെയൊക്കെ റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്. അഥവാ നമുക്ക് റിവേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ സിഗ്നൽ വന്നു. ഇപ്പോൾ അതിന് മുമ്പ് 10th വന്ന ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബൈ വന്നിട്ട് ഇവിടെ തിരിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം റിവേഴ്സ് അടിച്ചു. ആ ട്രെൻഡ് ലൈൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കാം. ഓക്കെ, സിഗ്നൽ വന്ന് റിവേഴ്സ് പോയാലും ആ താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണ്, വേണേൽ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തിരിച്ച് നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ശേഷമാണ് തിരിച്ച് കയറി പിന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ പ്രോപ്പർ ഡൗൺ ഇല്ലെന്ന് മനസ്സിലായി. നമുക്ക് അവിടെ നിന്ന് ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുമ്പോൾ എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ തിരിച്ച് കയറുമ്പോൾ രണ്ടാമത് എൻട്രി എടുത്താൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അഥവാ സിഗ്നൽ എടുത്തു കഴിഞ്ഞാലും റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പോകുന്ന പോയിന്റ് കണ്ടെത്താനും വളരെ എളുപ്പമാണ്. അതേപോലെ ആക്യുറേറ്റ് ട്രേഡ് കണ്ടെത്താനും എളുപ്പമാണ്. സിഗ്നൽ വരുന്ന കൺഫർമേഷൻ ലെവൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ബ്രേക്ക്ഔട്ട് പോകുന്ന 3 ടാർഗറ്റ് അടിക്കുമോ, അതോ നമുക്ക് അതായത് 90% ആക്യുറസിയിൽ ട്രേഡ് കണ്ടെത്താൻ നമ്മുടെ സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഈ ലേറ്റസ്റ്റ് വേർഷനിൽ. അതൊക്കെ ലൈവായിട്ട് പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.